അല്ലേ അച്ഛൻ വന്ന് മടി അച്ഛാ എവിടെ പോയെന്ന് വെച്ചാ ചിന്നു എടി നാരങ്ങളുള്ള ഓർഡറി അല്ലേ മോരെടുക്ക അല്ലേ അച്ഛാ മോരുടെ മോര് നിനക്ക് എന്ത് പറ്റി വല്ല കുഴപ്പമല്ലോ ഉണ്ടാ ഒന്നുമില്ലേ ശരി ഇതുവരെ കൊണ്ടുവരാമെങ്കിൽ എനിക്ക് വീട്ടിനകത്ത് കൊണ്ടുപോവാം അത് വേണ്ട നമ്മളെടുത്തോളാം കൊണ്ടുപോ അയ്യോ നീ തുറക്കണ്ട ഞാൻ തുറന്നോളാം ഇതിനകത്തെന്തോന്ന് ഇതിന്റെ പഴയ സാധനങ്ങള് അച്ഛൻ തുറ അച്ഛൻ അങ്ങോട്ട് ഏതെങ്കിലും കാണിച്ചാരാ സമ്മാനപ്പെടും നോക്ക് അയ്യേ വേണ്ട വേണ്ട വേറെ തുണി ഞാൻ തുറക്കാന്ന് പറഞ്ഞില്ല നീ ഒരു ഒപ്പാളെ പറഞ്ഞതിന് ചില്ലറ അച്ഛൻ ബേക്കറി ചില്ല പേപ്പർ വെച്ചിരിക്കുന്ന പിച്ചെടുക്കേ ചില്ലറ വരെ നോക്ക് ഇതിപ്പോ ലോട്ടറി ടിക്കറ്റ് ഇല്ലേ അതിന് ഇത് ലോട്ടറി ടിക്കറ്റ് മനസ്സിലായില്ലേ അപ്പൊ പ്രതിമ അല്ല ഇത് ലോട്ടറി ടിക്കറ്റേ ഉള്ള അപ്പൊ പിന്നെ ലക്ഷങ്ങൾ വിലയുള്ള സാധനം പറഞ്ഞു എന്റെ പൊന്നു മക്കളെ അപ്പൂപ്പന്റെ 18 വയസ്സ് മുതൽ 56 വയസ്സ് വരെ മാച്ച ലോട്ടറികളാണ് ഇതിനകത്തിരിക്കുന്നത്. ഒന്നും അടിച്ചില്ലായിരിക്കും അല്ലേ? ഇല്ലടാ, ഇത് ലക്ഷക്കണക്കിനുള്ള ലോട്ടറികളാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയുണ്ടല്ലോ കോടികളാണ്, കോടി. പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകും. എന്ത് എനിക്കറിഞ്ഞൂടെ എന്തെന്ന്. ഓഹോ, അത് വേണ്ട. ശരി, ബേക്കറി മക്കളെ തിന്നുവോ? അവക്ക് ലോട്ടറി ഒന്നും വേണ്ട. അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മണിയായി മക്കളെ, ലോട്ടറി ഞാൻ എടുത്തത് പഴയ ലോട്ടറിയാ? ലോട്ടറി കളക്ഷനാ? കീറി കളയേണ്ട സാധനം എടുത്തു വെച്ചാൽ എന്തിനാണോ എന്തോ കളക്ഷൻ. ഇരിക്കട്ടെ. ഇത് എന്റെ അമ്മയുടെ മോതിരം. അപ്പൊ അതിങ്ങട് അതെങ്കിൽ അത് എന്തെങ്കിലും കൊണ്ടുപോകല്ലേ? ഇത് അവക്കെന്തിനത്? നീ വെച്ചോണം കേട്ടോ മക്കളെ, നിന്റെ കൈ കിട്ടോണം. എന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് മക്കളെ കയ്യിൽ കിടക്കട്ടെ. അല്ല, എനിക്ക് നല്ല വലിയ ലോക്കറൊക്കെ ഉണ്ടായിരുന്നു, അവിടെ വെക്കായിരുന്നു. ഓ, ആ ലോക്കറിൽ വെക്കണ്ട, ഞാൻ തീരുമാനിച്ചോളാം. മക്കളെ, ഇവൻ ചോദിച്ചാ കൊടുക്കണ്ടേ? മക്കള് കൈ വെച്ചോ. അവിടെ അപ്പച്ചി, എനിക്ക് വല്ലപ്പോഴും ഇടാൻ തരൂ? ഇല്ല, സൈസ് കേട്ടോ, സൈസ് കറക്റ്റ് തന്നെ. ഇവരെന്തെങ്കിലും മാനായിട്ടിരിക്കുന്നു. കൊള്ളാല്ലേ? മണ്ണും ചാരുന്ന പെണ്ണ് കൊണ്ടുപോയെന്ന് കേട്ടിട്ടുണ്ടോ? അത് ഇതാണ്. അങ്ങളെ, അപ്പൊ എന്റെ ബേക്കറിയാ? ഞാൻ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നു, ലൈഫ് ഇൻഷുറൻസ്. എന്നിട്ട് നിന്നെ ഞാൻ നോമിനിയാക്കാം. ഏതായാലും കുണശേഖരന് ആൾക്കാർ വന്ന് എന്നെ വെട്ടിക്കൊല്ലും. അപ്പൊ ആ പൈസ നിനക്ക് കിട്ടുമല്ലോ, ലക്ഷങ്ങൾ. ആ ലക്ഷങ്ങൾ കൊണ്ടുപോയി നീ ബേക്കറി തുടങ്ങണം. എന്നിട്ട് നീ മാവെടുത്ത് അങ്ങോട്ട് ഈസ്റ്റൊക്കെ ഇട്ട് കുഴച്ച് ഇടിച്ചിങ്ങനെ ചപ്പാത്തി പോലെ ആക്കിയിട്ട് അതിൽ നെയ്യൊക്കെ തേച്ച് ബട്ടർ പെൻ ആക്കണം. എന്നിട്ട് നീ പുഴുങ്ങി എന്റെ നെഞ്ചത്ത് വെച്ച് തിന്നടി നാറി. നീ എന്തെങ്കിലും ചെയ്യടി, പാടി. ഒരാവശ്യമില്ലായിരുന്നു.